പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്ന് വെഞ്ചരിപ്പ് ശുശ്രൂഷയാണ്. ഹോളി വാട്ട് തളിച്ച് ഈ ഓഡിറ്റോറിയത്തെയും നമ്മുടെ എല്ലാം വെഞ്ചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡെലിവറൻസ് പ്രയർ നൽകി എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മുടെ കർത്താവ് സംരക്ഷിക്കുന്ന നിമിഷങ്ങൾ. ഇതിന് നമ്മുടെ ഈ ശുശ്രൂഷ നയിക്കുന്നത് ഫാദർ ജിൽറ്റോ CMI. ജിൽറ്റോ അച്ഛൻ ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് അതിശക്തമായ രീതിയിൽ ഷാലോമിൻ്റെ വിദേശ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് അമേരിക്കൻ രാജ്യങ്ങളിലെയൊക്കെ ഇംഗ്ലീഷ് ധ്യാനങ്ങൾക്കും മലയാളം ധ്യാനങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകുന്നത് ജിൽറ്റോ അച്ഛനാണ്. നമുക്ക് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, എസെക്കിയേൽ പ്രവചനം 36 അധ്യായം 25 തിരുവചനം. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിന്റെ ദൈവം ആഗ്രഹിക്കുന്നു ഒരു പുതിയ ചൈതന്യം നമ്മിൽ പകരുവാൻ. നവമായൊരു ഹൃദയം, കൽപ്പനകൾ കാക്കുന്ന, പ്രമാണങ്ങൾ അനുസരിക്കുന്ന ഒരു പുതിയ ഹൃദയം സ്വർഗം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ഡെലിവറൻസ് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 3 കാര്യങ്ങൾ ആമുഖമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഒന്ന്, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട്, രോഗക്കിടക്കയിലായിരുന്നു കൊണ്ട്, നമ്മുടെ മുറികളിലായിരുന്നു കൊണ്ട് കൂട്ടായ്മയോട് ചേർന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഒന്നാമതായിട്ട് നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല ഭാരങ്ങളും വേദനകളും ഈ സമയം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കണം. എന്താണോ നമ്മളെ ഈ സമയം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇത് പരിപൂർണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിയയില് കുഞ്ഞുങ്ങൾക്ക് സന്ദേശം കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങളുടെ വേദനകള്, നിങ്ങളുടെ പ്രാരാബ്ധങ്ങള്, നിങ്ങളുടെ രോഗങ്ങള്, നിങ്ങളുടെ തകർച്ചകള്, ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങള് എല്ലാം എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ എൻ്റെ പുത്രന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്ക ആന്തരിക കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പുതുചൈതന്യം സ്വീകരിക്കാൻ നമ്മൾ കരുത്തരായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സാത്താനെയും അവൻ നൽകുന്ന സകലവിധ പാപ സാഹചര്യങ്ങളെയും നമ്മൾ ഉള്ളുകൊണ്ട് വെറുത്തുപേക്ഷിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ബന്ധനത്തിലാണ് നീ ഇപ്പോൾ കഴിയുന്നതെങ്കിൽ, ഉദാഹരണത്തിന് മദ്യപിക്കുന്ന ഒരു മകനാണെങ്കിൽ, ഈ സമയം ഈ ശുശ്രൂഷയുടെ മുമ്പിലിരുന്ന് പങ്കുചേരുമ്പോൾ തീരുമാനമെടുക്കുക, കർത്താവേ, മദ്യപാനത്തെ ഞാൻ ഉള്ളുകൊണ്ട് വെറുക്കുന്നു. ഏതെങ്കിലും ഒരു അശുദ്ധ കൂട്ടുകെട്ട് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ ഉള്ളിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കുക, ഈ നിമിഷം ഞാൻ അതിനെ വെറുത്തുപേക്ഷിക്കുന്നു. ആരോടെങ്കിലുമുള്ള വെറുപ്പിലാണ് നീ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ സമയം ഉള്ളിൽ തീരുമാനമെടുക്കുക, ആ വ്യക്തിയോട് ഞാൻ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ വർത്തിക്കും. പാപത്തോടും അതിന്റെ സകല സാഹചര്യങ്ങളോടുമുള്ള ബന്ധം ഈ സമയം നീ ഉള്ളുകൊണ്ട് വെറുത്ത് ഉപേക്ഷിക്കണം. ഉച്ചത്തിൽ പറയാമോ ഹല്ലേലൂയ ഹല്ലേലൂയ. സർവ്വയർത്തി പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ പരിധിയില്ലാത്ത കരുണയ്ക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും നീ സമർപ്പിക്കണം. കാരുണ്യം നീതിയുടെ മേൽ വിജയം വരിക്കുന്ന മണിക്കൂറാണ് വെഞ്ചിരിപ്പിന്റെ സമയം. ദൈവകരുണ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, ആത്മാവിലേക്ക്, കുടുംബങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന സമയം. പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ, അളവില്ലാത്ത യേശുവിന്റെ കരുണ നമ്മളെ വീണ്ടെടുക്കുന്ന സമയം. അവന്റെ കാരുണ്യത്തിൽ
നമ്മൾ ശരണം വെക്കുന്നു. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം, രണ്ട് കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും, എല്ലാ വിഷമങ്ങളും, എല്ലാ ദുഃഖങ്ങളും അവന്റെ കരങ്ങളിലേക്ക് ഈ സമയം സമർപ്പിക്കട്ടെ. കടബാധ്യതയുടെ വേദനകൾ ഈശോയ്ക്ക് കൊടുക്കുക. രോഗത്തിന്റെ അധികമായ വേദനകൾ ഈശോയ്ക്ക് കൊടുക്കുക. തകർച്ചയുടെ നൊമ്പരങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. ജോലി നഷ്ടപ്പെട്ടതിന്റെ നൊമ്പരങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വേദനകൾ ഈശോയ്ക്ക് കൊടുക്കുക. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം ഏതുമാകട്ടെ, അത് ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവ് നിനക്ക് മതിയായവനാണ്. യൂദായുടെ സിംഹം നിന്നെ വിടിവിക്കും. ദാവീദിന്റെ വേരായവൻ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടും. വെളിപാട് 12:11 പറയുന്നു, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. പാപത്തെയും അവന്റെ സകല സാഹചര്യങ്ങളെ ഈ സമയം വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ അളവില്ലാതെ ചൊരിയാൻ ആഗ്രഹിച്ചുകൊണ്ട് അപരവും ഹൃദയവും തുറന്ന് ഈശോയെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈകൾ അടിച്ച് പാടി പ്രാർത്ഥിക്കാമോ? സന്തോഷത്തോടെ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ, ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും, നമ്മിൽ ശക്തി പകർന്നിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ, ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും, നമ്മിൽ ശക്തി പകർന്നിടും. നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ. എല്ലാ രോഗികളും പ്രാർത്ഥിക്കുന്നു. തകർച്ചയുടെ വക്കിൽ കഴിയുന്ന മക്കൾ പ്രാർത്ഥിക്കുന്നു. പീഡിതർ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാല്, അവന്റെ സാക്ഷ്യത്തിന്റെ വചനത്തിന്റെ ശക്തിയാല് ഈ സമയം അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. മാതാ
മാതാവിന്റെ മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. മാതാവിന്റെ മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം തെല്ലും ചോരില്ല, ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം തെല്ലും ചോരില്ല, ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. സാത്താൻ കെട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. സാത്താൻ കെട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ, 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 വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, തമ്പുരാനേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, തമ്പുരാനേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, തമ്പുരാനേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, തമ്പുരാനേ. തമ്പുരാനേ, 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 ഹല്ലേലൂയ, 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 കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തം എല്ലാ ഭവനങ്ങളുടെ മീതെ, എല്ലാ രോഗികളുടെ മീതെ, എല്ലാ പകർന്ന മക്കളുടെ മീതെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ മീതെ, കൂട്ടായ്മയുടെ മീതെ ഒഴുകിയിറങ്ങട്ടെ. ഈശോയുടെ പരിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നന്ദി, 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 നന്ദി. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ച് രണ്ട് കരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം. ദിവികാരുണ്യ ഈശോയെ, നൈറ്റ് വിജിൽ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഉയർത്തുന്നു, എല്ലാ മക്കളെയും ഞങ്ങൾ ഉയർത്തുന്നു, രോഗികളെ ഞങ്ങൾ ഉയർത്തുന്നു, കടബാധ്യതയിൽ കഴിയുന്നവരെ ഞങ്ങൾ ഉയർത്തുന്നു. ദിവികാരുണ്യ ഈശോയെ, അവിടെ നിന്ന് ഇപ്പോൾ അവരെ സന്ദർശിക്കണമേ. തിരുസഭ തന്നിരിക്കുന്ന പൗരോഹിതത്തിന്റെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് മത്തായി 18:18 വചനത്താൽ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ലൂക്ക 10:19 അഭിഷേകത്താൽ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ
ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ചിന്തയില്, ഭാവനയില്, ആലോചനയില്, പഞ്ചേന്ദ്രിയങ്ങളില്, മനസ്സില്, ആത്മാവില്, ശരീരത്തില് ദൈവാത്മാവിനെ അനുസരിക്കുവാൻ, അഭിഷേകം സ്വീകരിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന തിന്മയുടെ സകലവിധ ദൃശ്യവും അദൃശ്യവുമായ സ്വാധീനങ്ങളെയും തലമുറകളിലൂടെ, പാരമ്പര്യങ്ങളിലൂടെ, വംശത്തിലൂടെ ഈ മക്കളുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാത്താന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ അക്രമങ്ങളെയും യേശുവിന്റെ ശക്തിയുള്ള നാമത്തിലും പരിശുദ്ധ രക്തത്തിലും ഈ സമയം ബന്ധിച്ച് ഈശോയുടെ കുരിശിലേക്ക് ആട്ടിപ്പായിക്കുന്നു. വിട്ടകന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തില് വ്യക്തിപരമായ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രോഗത്തിന്റെ ആത്മീയമായ എല്ലാ തടസ്സങ്ങളും ഈശോയ്ക്ക് സമയം കൊടുക്കുക. സകല വിശുദ്ധരുടെയും വലിയ സഹായവും ആദ്യം നമ്മൾ ചോദിക്കുകയാണ്. നമ്മുടെ കാവൽ മാലാഖമാരുടെ സാന്നിധ്യവും സഹായം ചോദിക്കുകയാണ്. ദൈവദൂതന്മാരുടെ സഹായവും സാമീപ്യവും ചോദിക്കുകയാണ്. ദിവികാരൻ ഈശോയെ, സ്വർഗത്തിന്റെ ദൂതഗണങ്ങളെ ഈ ആലയത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ അയക്കണമേ. ഏത് മേഖലയിലാണോ വിടുതൽ ആഗ്രഹിക്കുന്നത് ആ മേഖലയിലെ കെട്ടുകൾ സ്വർഗത്തിന്റെ ദൂതന്മാർ ഇപ്പോൾ അഴിച്ചു കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിന്റെ അഭിഷേകം ഈ കൂട്ടായ്മയിലേക്ക് സ്വർഗം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. സകല വിശുദ്ധരുടെയും വലിയ സഹായം ചോദിക്കുന്നു. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെത്തി പാടിക്കേ. ത്രിയേക ദൈവമേ കനിയണമേ, പരിശുദ്ധ കന്യാ മാതാവേ, പരിശുദ്ധ മാലാഖമാരേ, സകല വിശുദ്ധന്മാരേ, വിശുദ്ധനായ യൗസേപ്പേ, വിശുദ്ധനായ പത്രോസേ, വിശുദ്ധനായ പൗലോസേ, വിശുദ്ധനായ തോമായേ, വിശുദ്ധരായ ശ്ലീഹന്മാരേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, വിശുദ്ധനായ അഗസ്തീനോസേ, വിശുദ്ധനായ ഡോൺ ബോസ്കോ, വിശുദ്ധനായ ഡൊമിനിക് സാവിയോ, വിശുദ്ധനായ ഗീവർഗീസേ, വിശുദ്ധനായ അന്തോനീസേ,
വിശുദ്ധനായ പാത്രിക്കേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പാദ്രേ പിയോ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മറിയ ഗോരേത്തി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കൊച്ചു ത്രേസ്യായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അമ്മ ത്രേസ്യായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റീതായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ എവുപ്രാസ്യാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മദർ തെരേസായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ സകല വിശുദ്ധന്മാരോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശിക്കൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ നമ്മോടൊപ്പമായിരിക്കുന്ന ഏറ്റവും അമൂല്യമായ ഈ നിമിഷത്തില് കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം. സ്വർഗം ഭൂമിയെ തൊടുന്ന ഈ സുവർണ നിമിഷങ്ങളിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. സകല വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട്, പരിശുദ്ധമയോട് ചേർന്നുകൊണ്ട്, വിശുദ്ധ യോസേപ്പ് പിതാവിനോട് ചേർന്നുകൊണ്ട്, കോടാനുകോടി മലാഖമാരോട് ചേർന്നുകൊണ്ട് ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വണങ്ങുന്നു, ഞങ്ങളെ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ നാഥനായി, ഞങ്ങളുടെ കർത്താവായി, രക്ഷകനായി യേശുവേ. Praise the Lord. സ്വന്തമായിരിക്കുക. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു സത്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ ദൈവപുത്രനായ യേശുക്രിസ്തു ജീവിച്ച അതേ രീതിയിൽ തന്നെ യേശു ഈ ശുശ്രൂഷയിൽ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 കാരണം ഇത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. എൻ്റെ നാമത്തിൽ 2 or 3 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടായിരിക്കും. വാഗ്ദാനത്തിൽ യേശു വിശ്വസ്തനായതുകൊണ്ട് ഇവിടെ യേശു സന്നിഹിതനാണ്. ഈ സത്യം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള ആദ്യ പടി എന്ന നിലയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു
തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞു എന്ന്. അവർ ചിന്തിച്ചിരുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു അവരോട് സംസാരിക്കുകയും യേശു പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിൽ നിശ്ചയമായും ഇവിടെ സന്നിഹിതനായിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വിചാരങ്ങൾ, ചിന്തകൾ തിരിച്ചറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു അനേക രോഗികളെ സൗഖ്യപ്പെടുത്തി. അതുപോലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള അനേക രോഗികളെ യേശു നിശ്ചയമായും സൗഖ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. സുഖപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു തൻ്റെ ജീവിതകാലത്ത് സുവിശേഷം നൽകിക്കൊണ്ട് വചനം പ്രസംഗിച്ചുകൊണ്ട് അനേകരെ ദൈവ സാന്നിധ്യത്തിലേക്ക് ഉയർത്തി. എങ്കിൽ ഈ രാത്രിയിൽ ദൈവവചനത്തിലൂടെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബോധ്യങ്ങളെ, നമ്മുടെ മനസ്സുകളെ യേശു രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ശാരീരിക, മാനസിക, ആത്മീയ മേഖലകളെ സുഖപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഇവിടെ ഉണ്ട് എങ്കിൽ നിശ്ചയമായി നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം എന്തായിരിക്കും? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം ആനന്ദമാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ സന്തോഷമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം ആനന്ദമാണ്. പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത സന്തോഷമാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ ആനന്ദമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശു നിശ്ചയമായും സന്നിഹിതനാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും വലിയ ആനന്ദം ഉണ്ടാകേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ ആനന്ദമില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ എന്തോ തടസ്സമുണ്ട്. ദൈവം ഇവിടെ സന്നിഹിതനാണ്, പക്ഷേ നമുക്ക് ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആനന്ദം അനുഭവിക്കുവാൻ ഏതോ തടസ്സമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ വലിയ ആനന്ദമുണ്ട്, സ്തുതിച്ച് ആരാധിക്കുമ്പോൾ വലിയ ആനന്ദത്താൽ നിറയും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ആനന്ദം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു വലിയ ബലൂണ്, അത് ഒരു സൂചി കൊണ്ട് കുത്തുമ്പോൾ ആ ബലൂൺ പെട്ടെന്ന് ചുങ്ങിപ്പോകുന്നത് പോലെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ലഭിക്കുന്ന ആനന്ദം ജീവിതത്തിൽ നിലനിർത്തുവാനായിട്ട് നമുക്ക് പലർക്കും സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ സകല ദിവസങ്ങളിലും നിമിഷങ്ങളിലും ആനന്ദത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മുടെ മനസ്സിൻ്റെ ആനന്ദത്തെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരമാണ് ഉത്കണ്ഠ. പ്രൈസ് ദി ലോർഡ്. ഉത്കണ്ഠ. എന്താ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ? നാളെയെക്കുറിച്ചുള്ള അമിതമായ എന്നാൽ ഉപയോഗശൂന്യമായ ഒരു ഭാരത്തെയാണ്, ചിന്തയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ഈ ഉത്കണ്ഠയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയുടെ കല്യാണം നടക്കുന്നില്ല, കുറേ വർഷങ്ങളായി ആലോചിക്കുന്ന കല്യാണം നടക്കുന്നില്ല. അയാളിങ്ങനെ ഉത്കണ്ഠപ്പെടുകയാണ്, എൻ്റെ കല്യാണം ഇനി നടക്കുമോ? വലിയൊരു ഭാരം മനസ്സിലേക്ക് ഉണ്ടാകുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഒരു വ്യക്തി അനേക വർഷങ്ങളായി ജോലിക്ക് ശ്രമിക്കുന്നു, പക്ഷെ ജോലി ലഭിക്കുന്നില്ല. അയാളുടെ മനസ്സിലൊരു ഉത്കണ്ഠയുണ്ടാകുകയാണ്, ഇനി എനിക്ക് എപ്പോഴെങ്കിലും ജോലി ലഭിക്കുമോ? ഒരു മനുഷ്യൻ സാമ്പത്തികമായ വലിയ കടക്കെണിയിലാണ്. അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്നെങ്കിലും ഈ കെണിയിൽ നിന്ന്
രക്ഷപ്പെടുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠകൾ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ, ആനന്ദം അനുഭവിച്ചറിയുവാൻ തടസ്സമായി നിൽക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ ഉത്കണ്ഠയെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് ഇപ്പോൾ ജോലിയില്ല എങ്കിൽ, എനിക്കിപ്പോൾ എൻ്റെ വിവാഹം നടക്കുന്നില്ല എങ്കിൽ, ഞാൻ പരീക്ഷയിൽ തോറ്റിട്ടുണ്ട് എങ്കിൽ, എനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് എങ്കിൽ, എനിക്ക് ഒരു വീടില്ല എങ്കിൽ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ദൈവമേ, അവിടുന്ന് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ജോലിയില്ല എങ്കിൽ അത് അവിടുന്ന് അനുവദിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഇപ്പോൾ എൻ്റെ വിവാഹം നടക്കുന്നില്ല എങ്കിൽ ഈ അവസ്ഥ എൻ്റെ ദൈവം അനുവദിച്ചതാണ്. അപ്പോൾ ദൈവത്തെ കർത്താവായി, എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി അംഗീകരിക്കുക എന്നുള്ളതാണ് സ്തുതിപ്പിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അങ്ങനെ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട്, ദൈവമേ, ഈ അവസ്ഥയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എനിക്ക് ജോലിയില്ലാത്തത് കൊണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട്, എനിക്ക് വീടില്ലാത്തത് കൊണ്ട്, ഈ അവസ്ഥയോർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിമിഷം ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി, നാഥനായി കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാൻ, ആനന്ദത്താൽ നിറയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ ഓർക്കുകയാണ്. കുവൈറ്റിൽ നിന്നാണ്. ആ സഹോദരിക്ക് 12 ലക്ഷം രൂപ കടമുണ്ടായി. 12 ലക്ഷം രൂപ കടം. അത് കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യമൊന്നും അവർക്കില്ല. ഈ കടം കൊടുത്ത വ്യക്തി പറഞ്ഞു, ഈ പണം ഉടനെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്തു? കർത്താവേ, എൻ്റെ അവസ്ഥ അവിടെ അറിയുന്നുണ്ടല്ലോ, ഇത് എനിക്ക് തിരിച്ചു കൊടുക്കുവാനായിട്ട് യാതൊരു സാഹചര്യവും എനിക്കില്ല. ഞാൻ ഈ സാഹചര്യത്തിൽ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ നിരന്തരമായി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമുക്ക് സാധിക്കുകയില്ലായിരിക്കും. അതിനാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സഹായിക്കുവാൻ നമുക്കൊരു അമ്മ സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുമുണ്ട്. ആ സഹോദരി എന്ത് ചെയ്തു? തൻ്റെ ഈ നിസ്സഹായാവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തുതിപ്പിൻ്റെ നിമിഷങ്ങളിൽ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാനായി സാധിക്കും. ആ സഹോദരി പറയുകയാണ്, പണം തിരിച്ചു വേണമെന്ന് നിർബന്ധിച്ചിരുന്ന ആ വ്യക്തി എന്നോട് പറയുകയാണ്, എനിക്ക് ഈ പൈസ വേണ്ട. 12 ലക്ഷം രൂപയും ആ വ്യക്തി ഇളച്ചു കൊടുത്തു. ആ സഹോദരിയെ വലിയ സമാധാനത്തിലേക്ക് നയിച്ചുവെന്ന് ആ വ്യക്തി സാക്ഷ്യം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് നന്ദി പറയണം. ദൈവം എൻ്റെ കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. എങ്കിൽ ഒരിക്കലും മനസ്സിൽ ഉത്കണ്ഠയുടെ ഒരു നിമിഷം പോലും ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ സദാസമയവും ദേവാലയത്തിലായിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ചെയ്യേണ്ടത്? ലൂക്കയുടെ സുവിശേഷം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ലൂക്കയുടെ സുവിശേഷം പറയുന്നൊരു കാര്യം എന്താണ്? ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുകയില്ലേ? ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കാൻ പറ്റുകയില്ലേ? 24 മണിക്കൂറും ഞങ്ങൾക്ക് പള്ളിയിൽ ജീവിക്കാൻ പറ്റുമോ? എന്താണ് അതിന് മറുപടി? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും, നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും, നമ്മുടെ കൃഷിയിടത്തിൽ അധ്വാനിക്കുമ്പോഴും, ഓഫീസിലായിരിക്കുമ്പോഴും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും, എന്ത് ചെയ്താലും നമുക്ക് ദേവാലയത്തിലായിരിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം
ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു വീട്ടമ്മ എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് കൊന്ത ചൊല്ലുവാൻ സാധിക്കും. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയുടെ മനസ്സിൽ, ആ കുടുംബത്തിൽ നിറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർ ചെയ്യുന്നുണ്ട്, ചാലോൻ TV അതുപോലെയുള്ള സ്പിരിച്വൽ ചാനലുകൾ ഓൺ ചെയ്യും, സ്ഥിരമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ നല്ല വചന പ്രഘോഷണമുണ്ട്. അപ്പോൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ടാകും? ദേവാലയത്തിൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും 24 മണിക്കൂറും അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദേവാലയത്തിൽ ആയിരിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ഉത്കണ്ഠ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനുള്ള മറ്റൊരു കാര്യം ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ക്ഷമയോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ഒരുക്കി വെച്ച ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്ത് പറഞ്ഞു? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പോൾ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ ഒരു സമയമുണ്ട്. എനിക്ക് ജോലി തരുവാൻ ഒരു സമയമുണ്ട്. എൻ്റെ കല്യാണം നടത്തുവാൻ ഒരു സമയമുണ്ട്. എനിക്ക് വീട് തരുവാൻ ദൈവം ഒരു സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠയുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ. എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ. ദൈവം ശക്തനാണ്. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ, എളിമയോടെ, പരാതി പറയാതെ, പിറുപിറുക്കാതെ കാത്തിരിക്കുവിൻ, താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് വലിയ വിഷമമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം നടക്കുന്നില്ല. അക്രൈസ്തവനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാരമില്ല, ദൈവം സമയമാകുമ്പോൾ കല്യാണം നടത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം സമയമാകുമ്പോൾ കല്യാണം നടത്തും. അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അന്ന് രാത്രിയിൽ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറ് പറഞ്ഞ ആ കാര്യം എനിക്ക് മനസ്സിൽ വലിയൊരു ആശ്വാസം നൽകി, എൻ്റെ ഉത്കണ്ഠ മാറി എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം വിളിച്ചു പറയുകയാണ്, എൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വ്യക്തി അക്രൈസ്തവനാണെങ്കിലും ദൈവത്തിൻ്റെ സമയത്തെ തിരിച്ചറിയുവാൻ, ആ സമയത്തെ അംഗീകരിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ആനന്ദത്തെ, സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ഉത്കണ്ഠയെ നമ്മൾ ഈ വിധങ്ങളിൽ നിർവീര്യമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊക്കെയാണ്? ഒന്ന്, എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുക. എല്ലാ കാര്യത്തിലും ദൈവത്തെ സ്തുതിക്കുക. രണ്ട്, സദാസമയവും ദേവാലയത്തിലായിരിക്കുക, എപ്പോഴും ദൈവിക സാന്നിധ്യം അനുഭവിക്കുക. 3, ദൈവത്തിൻ്റെ സമയമുണ്ടെന്ന് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ, പരാതി പറയാതെ കാത്തിരിക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ആനന്ദത്തെ നശിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്, എന്താണത്? നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന പരാജയങ്ങൾ. ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് ഞെരിഞ്ഞു പോകും, മനസ്സിൽ നിരാശയുണ്ടാകും. ഇനി ഒരിക്കലും എൻ്റെ ജീവിതം പച്ച പിടിക്കുകയില്ല, ഗതി പിടിക്കുകയില്ല എന്നൊരു ചിന്ത ഉണ്ടായാൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കുവാനായിട്ട്
സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ പരാജയത്തെ നേരിടുവാനായിട്ട് നമ്മൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. പരാജയത്തെ കീഴടക്കുവാനായിട്ട് നമ്മൾ പരിശീലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകപ്രസിദ്ധ ഫിലിം പ്രൊഡ്യൂസറാണ് സാമുവൽ ഗോൾഡ്വിൻ. അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസറാണ്. അദ്ദേഹം പോളണ്ടിലാണ് ജനിച്ചത്. വളരെ ദരിദ്രമായ ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നിരന്തരമായിട്ടുള്ള പരാജയങ്ങളിലൂടെ ആ പരാജയങ്ങളുടെ നദി നീന്തിക്കിടന്നാണ് അദ്ദേഹം ഇന്ന് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസറായി അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ 9 വയസ്സുള്ളപ്പോൾ അമ്മയ്ക്ക് മാരകമായൊരു രോഗം പിടിപെട്ടു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഏക ആശ്രയം അമ്മയാണ്. അപ്പോൾ ഈ കുഞ്ഞ് വിചാരിച്ചു, അമ്മ മരിച്ചുപോയി ഞാൻ എന്ത് ചെയ്യും? അവനങ്ങ് കരയാൻ തുടങ്ങി. കൊച്ചുകുട്ടിയല്ലേ, അവനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവനങ്ങ് കരയാൻ തുടങ്ങി. വീടിൻ്റെ ഉമ്മറത്തിരുന്ന് വരാന്തയിലിരുന്ന് അവൻ കരയാൻ തുടങ്ങി. ഇവൻ്റെ കരച്ചിൽ കണ്ട് അയൽപക്കക്കാരനായ ഒരു പ്രായമുള്ള ഒരു സുഹൃത്ത് വന്ന് ഇവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാമുവേൽ, നീ ഒരിക്കലും നിരാശനാകേണ്ട ആവശ്യമില്ല, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയാമോ? അത് അവൻ്റെ ധൈര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ധൈര്യമാണ്, കറേജാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എത്ര വലിയ ഇരുട്ടുണ്ടായാലും നീ ഓർക്കുക, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ കീഴടക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറഞ്ഞത്? നിന്റെ ജീവിതത്തിൽ എത്ര വലിയ ഇരുട്ടുണ്ടായാലും ആ ഇരുട്ടിനെ നിനക്ക് കീഴടക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഒരിക്കലും നിരാശപ്പെട്ട് എപ്പോഴും ധൈര്യമായിട്ടിരിക്കണം. അപ്പോൾ അത് അവൻ്റെ മനസ്സിനെ സ്പർശിച്ചു. കൊച്ചുകുട്ടിയാണെങ്കിൽ സ്പർശിച്ചു. അവന് അന്ന് മുതൽ ദൈവത്തോട് ചേർന്ന് അവൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ആ ശക്തി അവൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞു. അത്ഭുതകരമായ രീതിയിൽ അവൻ്റെ അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ പരാജയം കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു, വീട്ടിൽ നിന്നാൽ ഗതിയില്ല, എന്നാൽ നാട് വിട്ടു പോകാം, അമേരിക്കയിലേക്ക് പോകാമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ അതിനുവേണ്ടി അവൻ വാർസോയിൽ നിന്ന്, പോളണ്ടിൽ നിന്ന് അവൻ ഹാംബർഗ് എന്ന നഗരത്തിൽ വന്നു. അവൻ വിചാരിച്ചു ഇവിടെ പണിയെടുത്ത് ജോലി ചെയ്ത് കുറച്ച് പണമുണ്ടാക്കി അമേരിക്കയിലെ കപ്പൽ കയറി അമേരിക്കയിലെത്താം എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ അവൻ്റെ പ്രതീക്ഷ സഫലമായില്ല. നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവന് ഒരു ജോലിയും കിട്ടിയില്ല. അങ്ങനെ വളരെ സങ്കടപ്പെട്ട് നിരാശനായി ഭക്ഷണം കഴിക്കുവാൻ പോലും പൈസയില്ലാതെ അവൻ അങ്ങനെ തെരുവിലൂടെ, ഹാംബർഗിൻ്റെ തെരുവിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെള്ളി വെളിച്ചം പോലെ അവൻ്റെ ഓർമ്മയിൽ വന്നു. എന്ത്? പ്രായമുള്ള സുഹൃത്തിൻ്റെ ഉപദേശം. നിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിന്റെ ധൈര്യം കൈവിടരുത്. ധൈര്യമുണ്ടെങ്കിൽ ഏത് ഇരുട്ടിനെയും കീഴ്പ്പെടുത്തുവാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് അവൻ വിചാരിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട. അതുവരെ വിചാരിച്ചു ഇനി രക്ഷപ്പെടുകയാൽ തിരിച്ചു പോകാൻ വിചാരിച്ചു. അവൻ തിരിച്ചു പോകണ്ട എന്ന് വിചാരിച്ചു. അവൻ ആ ദിവസം അങ്ങനെ നടന്നു. പിറ്റേ ദിവസം അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. അവൻ നടന്ന് ആ തെരുവിൻ്റെ അറ്റത്തെത്തിയപ്പോൾ അവൻ കാണുന്നത് അവൻ്റെ അയൽക്കാരനായ ഒരു കച്ചവടക്കാരനാണ്. അയാൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുകയാണ്. ഇവനെ കണ്ടപ്പോൾ, സാമുവേലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. നാട്ടുകാരനാണെന്ന് മനസ്സിലായപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? അവൻ പറഞ്ഞു, ഞാനിവിടെ ജോലി അന്വേഷിച്ച് വന്നതാണ്, എനിക്കൊരു ജോലിയും കിട്ടിയില്ല. അപ്പോൾ ഈ അയൽക്കാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഇവന് ആവശ്യമായ പണം ശേഖരിച്ച് ഇവന് അമേരിക്കയിലേക്ക് കപ്പൽ കയറുവാനുള്ള പണം ചുരുക്കൂട്ടി ഉണ്ടാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ രണ്ടാമത്തെ പരാജയത്തെ നേരിട്ടു. അവൻ അമേരിക്കയിലെത്തിയപ്പോൾ അവനൊരു ജോലി കണ്ടുപിടിച്ചു, ജോലി ലഭിച്ചു. അത് ഒരു കയ്യുറയുണ്ടാക്കുന്ന ഫാക്ടറിയിലെ ജോലിയാണ്. വളരെ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. അവനെ വീട്ടിൽ അമ്മയ്ക്ക് ഇത് അയച്ചു കൊടുക്കണം, അതിനൊന്നും തികയില്ല. അപ്പോൾ അവൻ വിചാരിച്ചു, ഈ ജോലി കൊണ്ടുപോയാൽ എനിക്ക് വലിയ പുരോഗതി ഉണ്ടാവുകയില്ല, മറ്റൊരു മേഖലയിലേക്ക് മാറണമെന്ന് അവൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. അവന് ഈ ഫാക്ടറിയുടെ ഉടമസ്ഥൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഈ കയ്യുറ വിൽക്കുന്ന ഒരു സെയിൽസ്മാനായി മാറാം, എനിക്ക് നല്ല സ്കില്ലുണ്ട്, ഇത് വിൽക്കുവാനുള്ള സ്കില്ലുണ്ട്. അയാൾ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഇവൻ പിടിച്ചു നിന്നു. അങ്ങനെ ഈ കയ്യുറ വിൽക്കുന്ന ജോലി അവൻ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എളുപ്പമൊന്നും ആയിരുന്നില്ല. ഇവനൊരു കടയിൽ ചെന്നു, കയ്യറ കൊണ്ട് കടയിൽ ചെന്നു. ആ കടക്കാരൻ ഇവനെ ഇറക്കി വിട്ടു. നിന്റെ കയ്യറയൊന്നും ഇവിടെ വേണ്ട, നീ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അവനെന്ത് ചെയ്തു? പോയതുപോലെ തന്നെ രണ്ടാമതും തിരിച്ചു വന്നു. രണ്ടാമതും ഈ കടക്കാരൻ അവനെ ഇറക്കി വിട്ടു. അവനെന്ത് ചെയ്തു? വീണ്ടും മൂന്നാം പ്രാവശ്യവും തിരിച്ചു വന്നു. അവൻ ഒരു പരാജയത്തിൻ്റെ മുമ്പിലും മുട്ടുമടക്കുകയില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ഇവൻ്റെ ഈ ഡിറ്റർമിനേഷൻ എന്നാണ് പറയുന്നത്, നിശ്ചയദാർഢ്യം. അത് കണ്ടിട്ട് ഈ കടക്കാരൻ തീരുമാനിച്ചു ഇവൻ്റെ കയ്യിൽ നിന്ന് കയ്യുറ വാങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു. കയ്യുറ വാങ്ങി. അങ്ങനെ അവൻ കയ്യുറ വിൽക്കുന്ന ബിസിനസ് തുടങ്ങി. കുറേ വർഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കയ്യുറ വിൽക്കുന്ന സെയിൽസ് മാനേജറായിട്ട് അവൻ മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ അവനൊരു ചിന്തയുണ്ടായി, ഇവിടെ നിന്നാൽ പോരാ, എനിക്ക് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണം. അവനതിനുള്ള പരിചയമൊന്നുമില്ല, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ വലിയൊരു സ്വപ്നം. അങ്ങനെ ഇവൻ ഉണ്ടാക്കിയ ഈ കയ്യുറ വിറ്റുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഫിലിം ഉണ്ടാക്കുവാനായിട്ട് അവൻ ഉപയോഗിച്ചൊരു ഫിലിം ഉണ്ടാക്കി. പക്ഷെ ആദ്യം അവന് പരാജയമായിരുന്നു. പരാജയമുണ്ടായിട്ടും അവൻ വിട്ടുകൊടുത്തില്ല. കാരണം ആ പഴയ സുഹൃത്തിൻ്റെ ഉപദേശം അവൻ്റെ മനസ്സിൽ എപ്പോഴും പച്ച പിടിച്ചു നിന്നിരുന്നു. നീ ഒരിക്കലും നിൻ്റെ കറേജ്, ധൈര്യം കൈവിടരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ ധൈര്യമാണ്. നിൻ്റെ ജീവിതം എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും എത്ര വലിയ ഇരുട്ടാണെങ്കിലും നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ കീഴടക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അദ്ദേഹം ആ പരാജയത്തെ കീഴടക്കി. പിന്നീട് പല സിനിമകൾ നിർമ്മിച്ചു. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഫിലിം പ്രൊഡ്യൂസറായി സാമുവൽ ഗോൾഡ്വിൻ ഉയർത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന കറേജ്, ആത്മവീര്യം, അത് പുറത്തുനിന്ന് ലഭിക്കുന്ന ഒരു ആത്മവീര്യമല്ല. നേരെ മറിച്ച് എൻ്റെ ഉള്ളിലുള്ള കർത്താവ്, എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവം യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എല്ലാ പരാജയത്തെയും കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ ചിന്തകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ അടുത്തുണ്ട്. മകനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മകളെ, നിൻ്റെ മുമ്പിൽ ഞാനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൊരു സങ്കടമുണ്ടാകാം. എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ലല്ലോ, ഒരു ആനന്ദം എൻ്റെ മനസ്സിലില്ലല്ലോ. ആ ദുഃഖത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ആ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ മനസ്സിലുള്ള ഉത്കണ്ഠ, കർത്താവെ, എൻ്റെ ഉത്കണ്ഠയെ അവിടുന്ന് നിർവീര്യമാക്കണമേ. അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പത്രോസ്ലിഹായിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുവിൻ. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ്. നിന്നെ അനാഥയായി ദൈവം ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെടാം. ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരാം. നിരന്തരമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, അതിൻ്റെ കയ്പ് നീര് നമ്മുടെ ജീവിതത്തിലെ ആനന്ദത്തെ നശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് ഉയർത്തുന്നതിൻ്റെ പ്രതീകമായിട്ട് ഇരു കരങ്ങളെയും നമുക്കിപ്പോൾ ഉയർത്താം. ദൈവമേ, കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. സജീവനായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. കർത്താവെ, അങ്ങയെ കാണുവാനായിട്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ എൻ്റെ മനസ്സിനെ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആനന്ദത്താൽ എന്നെ നിറയ്ക്കണമേ. ആനന്ദമുള്ളൊരു വ്യക്തിയായി, മഹാസന്തോഷമുള്ള വ്യക്തിയായി ഇവിടെ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ആനന്ദത്തോടെ ജീവിക്കുവാൻ
വ്യാപരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങൾ എൻ്റെ ശിരസിന്റെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള പരാജയത്തിന്റെ അനുഭവങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ പഠന മേഖല അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി മേഖല അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിലെ സകല ദുഃഖകരമായ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ കരങ്ങൾ നീട്ടണമേ. ചെങ്കടലിൽ മീതെ കരങ്ങൾ നീട്ടി കർത്താവെ വിഭജിക്കുവാനായിട്ട് മോശയ്ക്ക് ശക്തി നൽകിയ കർത്താവെ, എൻ്റെ ജീവിതത്തിന്റെ സകല ചെങ്കടലുകളെയും മറികടക്കുവാനുള്ള ആത്മധൈര്യത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഉയർന്ന കർത്താവിനെ ആരാധിക്കാം. കർത്താവിന്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്കു നിൽക്കാം. തക്ക നേരത്തവൻ ഉയർത്തും, തക്ക നേരത്തവൻ ഉയർത്തും. തക്ക സമയത്ത് എന്നെ അനുഗ്രഹിക്കും, ഉയർത്തും. കരങ്ങളടിച്ച് കണ്ണുകളടച്ച് കർത്താവിന്റെ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം. വിശ്വാസത്താൽ വിതയ്ക്കാമേലിൽ വിളംബം കൂടാതെ വിളവു കൊയ്യാം. വിശ്വാസത്താൽ ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, എൻ്റെ കണ്ണീര് തോരുന്ന കാലമായി. നമ്മുടെ കണ്ണീര് തോരുന്ന, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. കർത്താവിൻ്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്കു നിൽക്കാം. കർത്താവിൻ്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്കു നിൽക്കാം. തക്ക നേരത്തവൻ ഉയർത്തും, തക്ക നേരത്തവൻ ഉയർത്തും, തക്ക നേരത്തവൻ ഉയർത്തും, തക്ക നേരത്തവൻ ഉയർത്തും. വിതച്ചു കൊയ്യാം. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനി. ഉറക്കപാടിയേ. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, എൻ്റെ കണ്ണീര് തോരുന്ന, നിങ്ങളുടെ കണ്ണീര് തോരുന്ന കാലമായി. നമ്മുടെ കണ്ണീര് തോരുന്ന ഇന്നു വിതച്ചാൽ ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, എൻ്റെ കണ്ണീര് തോരുന്ന, നിങ്ങളുടെ കണ്ണീര് തോരുന്ന കാലമായി. നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ അനുഗ്രഹം, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ആരാധന 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 ആരാധന. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണീരു തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. നമ്മുടെ കണ്ണീര് തോരും
ഇരിക്കാം.